Hello everyone, welcome back to my YouTube channel. In this video, we will be introducing basics of Microsoft Excel, one of the most powerful and widely used spreadsheet software application. Why we use MS Excel? I think this is an essential tool for anyone who works with data that allows you to store, organize and analyze data in a table format. It is widely used in business, finance and even education field also. ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് വർക്ക് ഉണ്ട് അല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്താനുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് ചാർട്ട് ആൻഡ് ഗ്രാഫ് എന്ന് പറയുന്ന വിഷ്വലൈസേഷൻ ടൂൾസൊക്കെ ഈ സ്പ്രെഡ്ഷീറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, എക്സ്പെൻസ് ട്രാക്കിംഗ് ഒക്കെ ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. സോ വി ക്യാൻ സീ ഹൗ ടു സ്റ്റാർട്ട് MS Excel. സ്ക്രീനിൽ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ 2010 എന്ന് പറയുന്ന വേർഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ മൈക്രോസോഫ്റ്റ് എക്സൽ 2010ൽ ക്ലിക്ക് ചെയ്താൽ ഒരു എക്സൽ വർക്ക് ബുക്ക് അപ്പിയർ ചെയ്തതായിട്ട് കാണാം. വാട്ട് ഈസ് വർക്ക് ബുക്ക്? File in MS Excel is called a workbook. It is a collection of worksheets used in a single file. ഒരു സിംഗിൾ എക്സൽ ഫയലിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. വിൻഡോയുടെ ഏറ്റവും ടോപ്പിലായി ബുക്ക് 1 മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ടൈറ്റിൽ ബാറാണ്. ദെൻ ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കാണാൻ വേണ്ടി പറ്റും. സേവ്, അൺഡു, റീഡു ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ദെൻ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന് താഴെയായിട്ട് കുറേ ഡിഫറെൻറ്റ് ടാബ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ എല്ലാം ടാബ്സിനെ കൂടിയാണ് നമ്മൾ റിബൺ ടാബ് എന്ന് പറയുന്നത്. ഓരോ ടാബിലും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ ഇൻസേർട്ടിൽ തന്നെ ടേബിൾ, ഇല്ലുസ്ട്രേഷൻ, ചാർട്ട് അങ്ങനെ പറയുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഓരോ ടാബിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സും അവൈലബിൾ ആണ്. ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്നിങ്ങനെ ഡിഫറെൻറ്റ് ടാബ്സ് എക്സലും അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഈ ബുക്ക് 1 മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ടൈറ്റിൽ ബാറിൻ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്ക് മറ്റൊരു നെയിം വെച്ച് സേവ് ചെയ്യാം. അതിനായി ആദ്യം ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ സേവ് അസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഏത് ലൊക്കേഷനിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡെസ്ക് ടോപ്പിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താണ് സേവ് ചെയ്യുന്നത്. സോ ഡെസ്ക് ടോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോൾഡർ, ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ ഫോൾഡറിനൊരു നെയിം നമ്മളിവിടെ കൊടുക്കണം. സോ ഞാനിവിടെ വിനി എക്സൽ എന്ന് പറയുന്നൊരു ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്ത പുതിയ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ വിനി എക്സൽ എന്ന് പറയുന്നൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഫയൽ നെയിം കൊടുക്കാം. ബികോം എക്സൽ എന്ന് പറയുന്നൊരു ഫയൽ നെയിമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സേവ് അസ് ടൈപ്പ്. എക്സൽ വർക്ക് ബുക്കാണ്. നമുക്ക് ഡിഫറെൻറ്റ് സേവ് ടൈപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് വേണ്ടത് എക്സൽ വർക്ക് ബുക്കാണ്. അത് ചൂസ് ചെയ്തു. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വിൻഡോയിൻ്റെ ഏറ്റവും ടോപ്പിൽ ടൈറ്റിൽ ബാർ ചേഞ്ച് ചെയ്തതായി കാണാം. ബികോം എക്സൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന പേരിലാണ് ഇപ്പോൾ നമ്മുടെ ഫയൽ സേവായി കിടക്കുന്നത്. ദെൻ വാട്ട് ഈസ് വർക്ക്ഷീറ്റ്? അപ്പോൾ വിൻഡോയിൻ്റെ ഏറ്റവും ലെഫ്റ്റ് കോർണറിലായിട്ട് നമുക്ക് വർക്ക്ഷീറ്റ് കാണാൻ വേണ്ടി പറ്റും. ഒരു MS Excelൽ അറ്റ്ലീസ്റ്റ് 3 വർക്ക്ഷീറ്റ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അപ്പോൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ വർക്ക് ഷീറ്റ് അല്ലേ. ഒന്നിലധികം വർക്ക് ഷീറ്റുകൾ ചേർന്നതിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ പുതിയ വർക്ക് ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഇൻസേർട്ട് ഓപ്ഷൻ ഉണ്ട്. കാണുന്ന പ്ലസ് സിമ്പലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഷീറ്റ് നമുക്ക് പുതിയത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ വേണമെങ്കിൽ നമുക്ക് ഈ വർക്ക് ഷീറ്റിൻ്റെ നെയിം അവിടെ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഷീറ്റ് 5ൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പം ബികോം എന്ന് പറയുന്നൊരു പേര് കൊടുത്തുകൊണ്ട് ആ ഷീറ്റ് 5 സേവ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നെയിം എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഷീറ്റ് നമുക്കവിടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്.
ഈ സ്ക്രീനിൽ കാണുന്ന വർക്ക്ഷീറ്റിൽ ഒരുപാട് സ്മോൾ ബോക്സസ് കാണാം അല്ലേ, റെക്റ്റാങ്കുലർ ഷേപ്പിൽ. ഇതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സോ എ സ്പ്രെഡ്ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ്. ഹിയർ വി ക്യാൻ സീ കോളംസ് ആർ ലെറ്റേർഡ് എ ബി സി ഡി ഇ അല്ലേ, അത് സെഡ് വരെ ഉണ്ട്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിൽ കോളം എ ടു സെഡ് വരെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം എ ബി എ സി എന്നിങ്ങനെയൊക്കെയാണ് കോളം നെയിം കൊടുത്തത്. അപ്പോൾ ഒരുപാട് കോളം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ എ ബി സി ഇതെന്ന് പറയുന്നത് കോളമാണ്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലായി 1 2 3 4 5 എന്നൊക്കെ കാണാം. അതെന്ന് പറയുന്നത് ഇതിൻ്റെ റോ ആണ്. സോ വാട്ട് ഈസ് സെൽ? സെൽ ഈസ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഇനി നമുക്ക് എന്താണ് സെൽ അഡ്രസ്സ് എന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സെൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആക്റ്റീവ് സെൽ എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ വേറൊരു സെൽ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. സോ ഈ സെൽ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന കോളത്തിനും 4 എന്ന് പറയുന്ന റോയും ചേർന്നതാണ് ഈ സെൽ എന്ന് പറയുന്നത് അല്ലേ. സോ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് C4 ആണ്. C is the column letter and 4 is the row number, the location of the cell. C4 is the cell address. Okay. അപ്പോൾ ലെഫ്റ്റ് സൈഡായി നമുക്ക് C4 എന്ന് പറയുന്നൊരു നെയിം ബോക്സ് കാണാവുന്നതാണ്. അവിടെ C4 എന്ന് പറയുന്നത് നെയിം ബോക്സ് ആണ്. ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ്സാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്ന നെയിം ബോക്സിൽ നമ്മൾ മറ്റൊരു സെൽ അഡ്രസ്സ് കൊടുത്തു നോക്കാം. ഇപ്പോൾ C4 എന്നതിന് പകരം ഞാൻ C70 എന്ന് സെൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. C70 എൻ്റർ അടിക്കുകയാണെങ്കിൽ C70 എന്ന് പറയുന്ന സെല്ല് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ആക്റ്റീവ് സെൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. C എന്ന് പറയുന്ന കോളത്തിൽ 70 എന്ന് പറയുന്ന റോ നമ്പറിൽ ഒരു സെല്ല് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ നെയിം ബോക്സിൽ നമുക്ക് A1 എന്ന് പറയുന്ന സെല്ലിലേക്ക് നമുക്ക് പോകാം. സോ നമുക്കവിടെ A1 എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ആദ്യത്തെ സെൽ എ എന്ന് പറയുന്ന കോളത്തിൽ ഒന്നാമത്തെ റോയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. സോ സെൽ അഡ്രസ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് റേഞ്ച് എന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് കോൾഡ് എ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ നമുക്ക് റേഞ്ച് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെല്ല് നമ്മളിവിടെ സെലക്ട് ചെയ്യാണ്. ഓരോ റേഞ്ചിനും അതിൻ്റേതായിട്ടുള്ള റേഞ്ച് അഡ്രസ്സ് ഉണ്ട്. സോ നമ്മൾ ആദ്യം അപ്പർ ലെഫ്റ്റ് സെല്ല് അഡ്രസ്സ് ഏതാണെന്ന് നോക്കാം. അപ്പർ ലെഫ്റ്റിലുള്ള സെല്ലിൻ്റെ അഡ്രസ്സ് ബി എന്ന് പറയുന്ന കോളവും അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന റോയുമാണ്. അപ്പോൾ B3 ആണ് അപ്പർ സെല്ലിൻ്റെ അഡ്രസ്സ്. ആൻഡ് ലോവർ റൈറ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് D8 എന്ന് പറയുന്ന അഡ്രസ്സാണ്. D എന്ന് പറയുന്ന കോളവും 8 എന്ന് പറയുന്ന റോയിലുമാണ് ലോവർ റൈറ്റ് സെൽ എന്ന് പറയുന്നത്. സോ ഈ റേഞ്ചിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് B3:D8 എന്നാണ്. വേണമെങ്കിൽ നമുക്ക് നെയിം ബോക്സിൽ ഡയറക്റ്റ് റേഞ്ച് സെൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് റേഞ്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ A4:C6 എന്ന് പറയുന്നൊരു റേഞ്ച് അഡ്രസ്സ് കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം എൻ്റർ അടിച്ചാൽ ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്തതായി കാണാം. ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പർ ലെഫ്റ്റ് സെൽ അഡ്രസ്സിൻ്റെ അഡ്രസ്സും A4 ദെൻ ലോവർ റൈറ്റ് സെൽ അഡ്രസ്സായിട്ടുള്ള C6ഉമാണ് ഈ റേഞ്ചിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. A4:C6. ഇനി എങ്ങനെ സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് സെല്ലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എക്സലിൻ്റെ ഓട്ടോ ഫിൽ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെയിം ഡാറ്റ നമ്പർ ഓഫ് സെൽസിലേക്ക് നമുക്ക് എങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം മൗസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ടം റൈറ്റ് കോർണറിലേക്ക് കൊണ്ടുവരാം നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൽ. അപ്പം അവിടെ ഒരു സ്ക്വയർഡ് പോയിന്റിൽ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ കാണാം. ദെൻ ഹോൾഡ് ദ മൗസ് ആൻഡ് ഡ്രാഗ് ബിലോ. അപ്പോൾ അത്രയും ഡാറ്റ നമുക്ക് അവിടെ ഫിൽ ചെയ്തതായി കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലസ് സിമ്പിളിനെയാണ് നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ദെൻ ഏതെങ്കിലും ഒരു സെല്ലിലെ ഡാറ്റ നമുക്ക് വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ആ സെല്ല് സെലക്ട് ചെയ്യാം. ഞാനിവിടെ B3 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു. മൂവ് എന്ന് പറയുന്ന ഡയറക്ഷൻ സിമ്പൽ വന്നതിന് ശേഷം നമ്മളത് മൗസ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്തതായി ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഈ സെയിം ഡാറ്റ നമ്മൾ മറ്റൊരു സെല്ലിലേക്ക് കട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ വേറൊരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ അവിടെ നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇതേ ഡാറ്റ നമുക്ക് വേറൊരു സെല്ലിലേക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലേ. രണ്ട് ഡാറ്റാസ് നമുക്ക് സെയിം വേണം അല്ലേ, അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ആ സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ആവശ്യമുള്ള സെല്ലിലേക്ക് അത് പേസ്റ്റ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഓട്ടോ ഫിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ പ്ലസ് സിമ്പിൾ വന്നതിന് ശേഷം നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്താൽ മതി. ദെൻ എങ്ങനെയാണ് ഒരു സെല്ലിലെ ഡാറ്റ മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റൊരു സെല്ലിലേക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് MS എക്സലിൻ്റെ ഫോർമുല ബാർ. അപ്പോൾ നമുക്ക് ഫോർമുല ബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.